ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഹസ്ബൻഡ്സ് യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. സുഖമാണ്, മനസമാധാനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ്സ് യൂട്യൂബ് ചാനൽ എന്നുള്ളത് മുന്നേ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പേരിലൊരു യൂട്യൂബ് ചാനലുണ്ട്. ഒരു കുഞ്ഞ് അക്കൗണ്ടാണ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടാകെ 2 മാസം കണ്ട് ആയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ മടി കാരണം ഞാനിപ്പോൾ ഒരു സമരത്തിലാണ്. ഇനിയിപ്പോൾ അതെന്തായാലും പൊടി തട്ടി എടുക്കണം. ഇപ്പം എന്തായാലും പറ്റില്ല, കുറച്ച് കഴിയട്ടെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിട്, നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് പറയാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ആയിട്ടോ ഈ വീഡിയോ എടുക്കുന്നതുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പോവാത്തൊരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഒമാനിലുള്ള നിസ്വ സൂക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ നോക്കണേ. നല്ല ഭംഗിയിലാണ് അവർ ഈ ഒരു സൂക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒമാനിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ സൂക്കുകൾ എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സൂക്കിൽ കാണാൻ പറ്റും. ഇവർ കൂടുതലായിട്ടും ഈ സൂക്കുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നത്, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അവരെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പല കാര്യങ്ങളാണ് അവരിവിടെ ഓരോ സൂക്കുകളിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഈ നിസ്വ ഫോർട്ട് അല്ലെങ്കിൽ ഈ നിസ്വ സൂക്കിൽ തന്നെയുള്ള പ്രത്യേക കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ആകൃതിയിലും ഓരോ ഷേപ്പിലും അവർ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുറേ പാത്രങ്ങളും പോട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലവർ പോട്ടൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇന്നെപ്പോലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിറ്റി അങ്ങനത്തെ കാര്യങ്ങളതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് ആ ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ഈ വില പ്രഹസനങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് വേറെ ഇതിലേക്ക് കൺവേർട്ടായി പോവും. എന്തായാലും അവരെ കാര്യങ്ങളൊക്കെ തീർത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും. ഇത് കണ്ടോ? ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എസ്തെറ്റിക്സ് ആയിട്ടുള്ള കഫേകളൊക്കെ അല്ലേ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും സിറ്റിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ചൂസ് ചെയ്യുക അല്ലേ. എന്തിനൊരു ഫോട്ടോ എടുക്കാൻ പോലും ഇപ്പോൾ എസ്തെറ്റിക്സ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. കൂടുതലായിട്ടും ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. കണ്ടോ, ഈ ഫോർട്ടൊക്കെ കാണാൻ എന്ത് ഭംഗിയാല്ലേ. അതിൻ്റെ ആ ഒരു കളറ് തന്നെയാണ് കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി വിഷ്വലാണ്. ഈ ഒരു വൈകുന്നേര സമയത്താണ് കൂടുതലായിട്ടും അവിടെ കാണാൻ അത്രയും ഭംഗിയുള്ളത്. ലൈറ്റും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചായകളും ചായക്കടികളൊക്കെ ആയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ടാണ് ആളുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതും അതുപോലെ അത് എൻജോയ് ചെയ്യണതും കേട്ടോ. ഇങ്ങനെ ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു വഴിയിലൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. ഞാനിവിടെ നടക്കണില്ല എന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കത് എന്തോ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണോ അതോ സിറ്റിയാണോ ഇഷ്ടം എന്നുള്ളത് കൂടുതലായിട്ട് പറയണം. താമസിക്കാൻ എല്ലാവർക്കും സിറ്റിയിലൊക്കെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ ആസ്വദിക്കാൻ കൂടുതൽ ആളുകൾക്കും ഇതുപോലുള്ള സ്ഥലങ്ങളോടായിരിക്കും താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് സ്ഥലം നിങ്ങൾ ആരും മറക്കണ്ട. ഒമാനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിസ്വ മ്യൂസിയം എന്നാണെന്ന് തോന്നുന്നു അതിൽ കണ്ടത്. നമ്മൾ നിസ്വ ഫോർട്ട്, നിസ്വ സൂക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.